ഹിജറ 9-ാം വർഷം ഇസ്ലാമിക ചരിത്രത്തിലേറെ പ്രസിദ്ധമായ തബൂക്ക് യുദ്ധം നടക്കുന്നത്. ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും നിറഞ്ഞ ഒരു സാഹചര്യമായിരുന്നു യഥാർത്ഥത്തിൽ തബൂക്ക് യുദ്ധത്തിൻ്റെ രംഗമെന്നുള്ളത്. മദീനയിൽ അന്ന് ഭക്ഷണക്ഷാമവും അതികഠിനമായ ചൂടും അതേപോലെ തന്നെ ഈന്തപ്പന തോട്ടങ്ങളുടെ ഫലമെടുക്കുന്ന കാലവുമാണെന്ന്. ആ വർഷം മദീനയെ ആക്രമിക്കാൻ ഷാമിൽ റോമക്കാർ ഒരുക്കം കൂട്ടുന്നുണ്ട് എന്നും ക്രൈസ്തവരായ ചില അറബ് ഗോത്രങ്ങൾ അവരെ സഹായിച്ച് വലിയൊരു സൈന്യം മദീനയെ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വാർത്ത ലഭിക്കുകയാണ്. ആ ഒരു വർഷം ഒരുപാട് പ്രതിസന്ധികൾ അവർക്ക് മുമ്പിൽ വരികയാണ്. ഹുനൈൻ യുദ്ധവും ത്വായിഫ് യുദ്ധവും കഴിഞ്ഞ് വിശ്രമമെടുക്കാൻ ജനങ്ങൾക്ക് സമയം ലഭിക്കുന്നതിന് മുമ്പ് മറ്റൊരു യുദ്ധത്തിലേക്ക് അവർ എത്തപ്പെടുകയാണ്. അതുപോലെ തന്നെ ശത്രുപക്ഷത്തുണ്ടാവുന്ന സൈന്യത്തിൻ്റെ ആധിക്യത്തെക്കുറിച്ചുള്ള ഭയവും, മദീനയിൽ അന്ന് കർഷകരാണ്, ഈത്തപ്പനയുടെ വിളവെടുക്കുന്ന സമയവും, അതേപോലെ തന്നെ അന്ന് അവർക്ക് തബൂക്കിലേക്ക് ഇന്നത്തെ ഒരു യാത്രാ ദൂരം വെച്ച് 650ഓളം കിലോമീറ്ററുകൾ അവർക്ക് താണ്ടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ സൈന്യത്തിൽ പങ്കെടുക്കുവാനും സാമ്പത്തികമായും മറ്റു വിധേനയും അവരോട് സഹകരിക്കാനും സ്വഹാബത്തിനോട് നിരന്തരം ഉണർത്തുന്നുണ്ട്. സ്വഹാബാക്കളിൽ പലരും അവരെ സമ്പത്തിൻ്റെ വലിയൊരു വിഹിതം ഈ യുദ്ധത്തിൻ്റെ ചെലവുകൾക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്. സ്ത്രീകൾ അവരുടെ സ്വർണങ്ങളും ആണുങ്ങൾ അവരുടെ സമ്പത്തിൻ്റെ വലിയ വിഹിതം അതിനു വേണ്ടി കൊടുക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ യാത്രാ ചെലവിന് വകയില്ലാത്ത ദരിദ്രരായ സ്വഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അനുമതി ചോദിക്കുന്നുണ്ട് യുദ്ധത്തിന് വരാൻ. അന്ന് ആ യുദ്ധത്തിൽ പങ്കെടുത്താൽ അവർക്ക് ഭൗതികമായ നേട്ടങ്ങളോ സാലറികളോ ഒന്നും അല്ല ഉള്ളത്. അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി അവർ സ്വയം സമർപ്പിക്കാം എന്നുള്ള ഉദ്ദേശം മാത്രമേ ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന സൈന്യത്തിന്, മുസ്ലിം സൈന്യത്തിനുള്ളൂ. ആ സാമ്പത്തികമായി പിന്നോട്ടം നിൽക്കുന്ന ആളുകൾക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ഒക്കെ സാമ്പത്തികമായി സഹായം നൽകുന്നുണ്ട്. അങ്ങനെ 30,000-ഓളം വരുന്ന വലിയൊരു സൈന്യവുമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തബൂക്കിലേക്ക് പുറപ്പെടുന്നത്. ഈ ഒരു യുദ്ധത്തിൻ്റെ ചരിത്രം പറയാനല്ല ഞാൻ ആമുഖമായി ഇത് സൂചിപ്പിച്ചത്. എന്നാൽ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് സ്വഹീഹുൽ ബുഖാരിയിൽ ഈ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയ, പങ്കെടുക്കാത്ത ചില ആളുകളെ സ്വഹാബാക്കൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ഈ യുദ്ധത്തിലേക്ക് പുറപ്പെടാത്ത 3 തരം ആളുകളാണ് അന്ന് മദീനത്തുണ്ടായിരുന്നത്. ഒന്നാമത്തെ കൂട്ടർ കപടവിശ്വാസികളാണ്, മുനാഫിക്കീങ്ങളാണ്. അതിൽ മഹാഭൂരിപക്ഷവും ഇത്തരത്തിലുള്ള മുനാഫിക്കീങ്ങളാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടൊപ്പം മുസ്ലിങ്ങളായി അഭിനയിച്ച് വഞ്ചന നടത്തുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സന്നിധിയിൽ വന്ന് വ്യാജങ്ങൾ, കള്ളങ്ങൾ പറഞ്ഞ്, ഉദ്റുകൾ പറഞ്ഞ്, കാരണങ്ങൾ പറഞ്ഞവർ രക്ഷപ്പെടുന്നുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് സൂറത്ത് തൗബയിലെ 101-ാമത്തെ ആയത്തിലൂടെ പറയുന്നുണ്ട്, വമിമ്മൻ ഹൗലകും മിനൽ അഅറാബ് മുനാഫിഖൂൻ. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾക്ക് ചുറ്റുമുള്ള അറാബികളിൽ ചില മുനാഫിക്കീങ്ങളുണ്ട്. വമിൻ അഹ്ലിൽ മദീന, മദീനക്കാരുടെ കൂട്ടത്തിലും ചില കപട വിശ്വാസികളുണ്ട്. മറദു അലൻ നിഫാഖി ലാ തഅലമുഹും, അവർ അവരുടെ കപടതയിൽ ഉറച്ചു നിൽക്കുകയാണ്. ലാ തഅലമുഹും, അങ്ങയ്ക്ക് അവരെ തിരിച്ചറിയുകയില്ല. നഹ്നു നഅലമുഹും, എന്നാൽ നമുക്ക് അവരെ അറിയാം. സനുഅദ്ദിബുഹും മറത്തൈൻ സുമ്മ യറദ്ദൂന ഇലാ അദാബിൻ അളീം, അവർക്ക് വേദനയേറിയ ശിക്ഷ 2 തവണ, ശേഷം സുമ്മ യുറദ്ദൂന ഇലാ അദാബിൻ അളീം, ഒരു വമ്പിച്ച ശിക്ഷയും അവർ കാത്തിരിക്കുന്നുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറയുന്നുണ്ട്. മറ്റൊരു കൂട്ടർ സ്വഹാബാക്കളാണ്. അവർ അലസതയും മടിയും കാരണം ആ യുദ്ധത്തിന് പങ്കെടുക്കുന്നില്ല.
തിരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുമ്പിൽ പോയി അവർ കാരണം ബോധിപ്പിക്കുകയും അവരുടെ പ്രയാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയുകയും പടച്ച റബ്ബിനോട് മാപ്പപേക്ഷിക്കാൻ, പാപമോചനം തേടുവാൻ അപേക്ഷിക്കുകയും ചെയ്ത ആളുകൾ. അബൂ ലുബാബത്തുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കൂട്ടുകാരുമായിരുന്നു ഇത് എന്ന് ഇമാം ജരീർ ത്വബരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ കൊടുത്തത് കാണാം. അവരെ കുറിച്ച് അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് അസല്ലാഹു യതൂബ അലൈഹിം, അല്ലാഹു ഒരുപക്ഷെ അവർക്ക് പുറത്തു കൊടുത്തേക്കാം. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, തീർച്ചയായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്, കാരുണ്യവാനുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാൻ. മൂന്നാമത്തെ കൂട്ടർ, അവരെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ പഠിക്കാനുള്ളത്. അവരും അലസതയും മടിയും കാരണം പിന്നെയാവാം, ശേഷം അവരോടൊപ്പം ചേരാം, നാളെ പോവാം എന്ന് പറഞ്ഞ് പ്രോകാസ്റ്റിനേഷൻ, പിന്നീടാവാമെന്ന് പറഞ്ഞ് മാറ്റിവെച്ച ആളുകൾ. അവർക്കും പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഇവരെ കൂട്ടത്തിൽ പ്രശസ്തരായ 3 പേർ, അതിൽ പ്രധാനിയായി കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ മുറാറത്ത് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു തുടങ്ങിയ 3 സ്വഹാബികളുണ്ട്. അവരെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ഇവരുടെ സംഭവമാണ്, ഇവരെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് പറയാനുള്ളത്. അതിൽ ഈ കൂട്ടത്തിലുണ്ടായിരുന്ന കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് അന്ധത ബാധിക്കുന്നുണ്ട്. ശേഷം തൻ്റെ മകൻ അബ്ദുള്ളയോട് ഈ സംഭവങ്ങൾ വിശദീകരിച്ച് പൂർണ്ണാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത് സ്വഹീഹുൽ ബുഖാരിയിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. സ്വഹീഹുൽ ബുഖാരിയിലെ 4418 ഹദീസ്, റിയാദുസ് സ്വാലിഹീനിലും നമ്മൾക്ക് കാണാം. വളരെ വിശദമായി 1-ലധികം പേജുകളിൽ പൂർണ്ണ സംഭവങ്ങൾ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും. ഈ സ്വഹാബാക്കൾ നമ്മൾക്ക് മാതൃകയാണ്, നമ്മുടെ മാതൃകാ പുരുഷന്മാരാണ്. എന്ത് സംഭവങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾക്ക് മാതൃകയാക്കാൻ പറ്റിയ വ്യക്തിത്വങ്ങളാണ് ഈ സ്വഹാബാക്കൾ, അവരുടെ ജീവിതങ്ങൾ. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മൻ കാന മുസ്തന്നൻ ഫല്യസ്തന്ന ബിമൻ ഖദ് മാത്, ആരെങ്കിലും മാതൃകയാക്കുന്നുണ്ട് എങ്കിൽ, റോൾ മോഡലായി സ്വീകരിക്കുന്നുണ്ട് എങ്കിൽ ഫല്യസ്തന്ന ബിമൻ ഖദ് മാത്, മരിച്ചു പോയ ഈ ആളുകളെ മാതൃകയാക്കട്ടെ. ഫൈനൽ ഹയ്യ ലാ തുഅ്മനു മിനൽ അലൈഹിൽ ഫിത്ന, ജീവിച്ചിരിക്കുന്ന ആളുകൾ ഒരിക്കലും ഫിത്നകളിൽ നിന്ന് സുരക്ഷിതരല്ല. ഉലൈക അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബാക്കൾ. ഫിത്നയിൽ നിന്ന് സംരക്ഷണം ലഭിക്കപ്പെട്ട ആളുകൾ, അവരെയാണ് നാം മാതൃകയാക്കേണ്ടത് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തആല പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്ന, വിശദീകരിക്കുന്ന സംഭവം ഹദീസിൽ അദ്ദേഹം പറയുന്ന വാക്കുകളായി നമ്മൾക്ക് ഇങ്ങനെ പറയാം. അദ്ദേഹം പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം എല്ലാ യുദ്ധങ്ങളിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതേ ഈ തബൂക്കും ബദറും ഒഴികെ. ബദറിനെ പങ്കെടുക്കാത്തതിനെ കുറിച്ച് ഒരിക്കലും ആക്ഷേപം ഉണ്ടായിട്ടില്ല. ബദർ യുദ്ധം എന്ന് പറയുന്നത് ഒരു യുദ്ധത്തിനുള്ള പുറപ്പാടല്ല, ഒരു യുദ്ധത്തിനുള്ള സന്നാഹങ്ങളുമായി യുദ്ധത്തിലേക്ക് പോയതല്ല അവർ. അതുകൊണ്ട് തന്നെ ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാത്തതിനെ കുറിച്ച് ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടില്ല. അഖബ ഉടമ്പടിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിയാണ് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാൻ തന്നെ കുറിച്ച്, ഈ തബൂക്ക് യുദ്ധവേളയിൽ അദ്ദേഹത്തിന് പോവാതിരിക്കാൻ ഒരു കാരണവും തടസ്സവും ഉണ്ടായിരുന്നില്ല. അന്ന് മുമ്പത്തേക്കാളൊക്കെ ആരോഗ്യസ്ഥിതിയും സാമ്പത്തിക ശേഷിയും വാഹന സൗകര്യങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സംഘവും യാത്ര പോയപ്പോൾ, പിന്നീട് പോവാം, തബൂക്കിലേക്ക് യാത്രയുണ്ട്, വേഗതയുള്ള വാഹനം എൻ്റെ പക്കലുണ്ട്, അവരോടൊപ്പം എത്തിച്ചേരാം എന്ന് പറഞ്ഞ് പിന്തിരിപ്പിച്ച് അവസാനം അദ്ദേഹത്തിന് പോകാൻ കഴിയാതെയായി. അവസാനം അദ്ദേഹം മദീനയിൽ നോക്കുമ്പോൾ ആൾക്കാരൊക്കെ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു, തബൂക്കിലേക്ക് പുറപ്പെട്ടു. അവിടെ ആകെ ബാക്കിയുള്ളത് ലാ അറാ ഇല്ലാ റജുലൻ മഗ്മൂസൻ അലൈഹി നിഫാഖു ഔ റജുലൻ മിമ്മൻ അദ്ദറല്ലാഹു മിനൽ ദുഅഫാ, അല്ലാഹു ഉദ്ർ നൽകപ്പെട്ട ശാരീരികമായി ബലഹീനത ബാധിച്ച ചില ആളുകളും അതേപോലെ തന്നെ മുനാഫിക്കീങ്ങളായി അറിയപ്പെട്ട ആളുകളും മാത്രമേ മദീനയിലെന്ന് ശേഷിക്കുന്നുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തബൂക്കിലെത്തുമ്പോൾ ചോദിക്കുന്നുണ്ട്, മാ ഫഅല കഅബ്, കഅബിന് എന്ത് പറ്റി? ആ കൂട്ടത്തിൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ സുഖ സൗകര്യങ്ങൾ അദ്ദേഹത്തെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്.
അദ്ദേഹത്തിന് കുറെ സമ്പത്തും അദ്ദേഹത്തിന് സൗകര്യങ്ങളായപ്പോ അദ്ദേഹത്തിന് വരാൻ പറ്റാത്തതാണ്. അത് കേട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു തിരുത്തുകയാണ്. ബിഅസ മാ ഖുൽത്, എന്ത് വർത്തമാനമാണ് താങ്കൾ പറഞ്ഞത്? വല്ലാഹി യാ റസൂലല്ലാഹ് മാ അലിംനാ അലൈഹി ഇല്ലാ ഖൈറൻ. അല്ലാഹുവിന്റെ റസൂലേ, കഅബിനെ കുറിച്ച് നല്ലതല്ലാത്തതൊന്നും ഞങ്ങൾക്കറിയില്ല, നല്ലതല്ലാത്തതൊന്നും കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കുറിച്ച് അറിയില്ല എന്ന് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തബൂക്ക് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു മദീനയിലേക്ക് വരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു രീതിയാണ്, ഒരു യുദ്ധം കഴിഞ്ഞ് ഒരു യാത്ര കഴിഞ്ഞ് വന്നാൽ മസ്ജിദ് നബവിയിലേക്ക്, പള്ളിയിലേക്ക് വരും, 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കും, എന്നിട്ട് ആളുകളുടെ കാര്യങ്ങളിലേക്ക്, ജനങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒഴിഞ്ഞിരിക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് മദീനയിലെത്തിയപ്പോൾ ആ യുദ്ധത്തിന് പങ്കെടുക്കാതിരുന്ന ഓരോ ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ വന്ന് കാരണങ്ങൾ ബോധിപ്പിക്കാൻ തുടങ്ങി. പലരും പല കാരണങ്ങൾ പറഞ്ഞു, പല കള്ളങ്ങൾ പറഞ്ഞു. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കോപത്തിൽ നിന്ന്, വെറുപ്പിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് ആലോചിച്ച് എന്ത് അദ്ദേഹത്തോട് പറയും, എന്ത് കള്ളം അദ്ദേഹത്തോട് പറയണമെന്ന് ഒരുപാട് ആലോചിച്ചു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തെത്തിയപ്പോൾ എനിക്കൊരിക്കലും കള്ളം പറയാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് 80-ലധികം ആളുകൾ, അന്ന് പങ്കെടുക്കാത്ത ആളുകൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കാരണങ്ങൾ ബോധിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ ബാഹ്യമായ കാരണങ്ങൾ കേട്ട് ബാക്കി പടച്ച റബ്ബിലേക്ക് വിട്ട് തിരിച്ചയക്കുകയാണ്. അങ്ങനെ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം പറയാൻ, കഅബ് മാലിക് റളിയല്ലാഹു അൻഹു പറയാൻ, കോപം ഒതുക്കി വെച്ച രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ നോക്കി ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, എന്ത് പറ്റി? മാ ഖല്ലഫക്, എന്താണ് താങ്കളെ പിന്തിപ്പിച്ചത്? അങ്ങക്ക് വാഹന സൗകര്യങ്ങളില്ലായിട്ടാണോ? അങ്ങക്ക് വരാൻ മറ്റ് തടസ്സങ്ങൾ എന്തായിരുന്നു? അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാൻ, ഫഖുൽതു ബല ഇന്നി വല്ലാഹി ലൗ ജലസ്തു ഇൻദ ഗൈരിക് മിൻ അഹ്ലി ദുനിയ ലഅറൈതു അൻ സഅഖ്റുജു മിൻ സഖതി ബിഉദ്രിൻ. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയോടൊപ്പമല്ലാതെ ആരുടെയെങ്കിലും മുന്നിലായിരുന്നു ഞാൻ ഇരിക്കുന്നത് എങ്കിൽ അവരുടെ വെറുപ്പ് ലഭിക്കാതിരിക്കാൻ അവരോട് എന്തെങ്കിലും പറഞ്ഞ്, കാരണം പറഞ്ഞ് ഞാൻ രക്ഷപ്പെടുമായിരുന്നു. എനിക്ക് നന്നായി തർക്കിക്കാനും നന്നായി വാചാലതയുണ്ട്, എനിക്ക് കാരണങ്ങൾ പറഞ്ഞ് അവിടെ രക്ഷപ്പെടാം. അങ്ങയുടെ മുമ്പിലായിരുന്നില്ല എങ്കിൽ വലാകിന്നി വല്ലാഹി ലഖദ് അലിംതു ലൈൻ ഹദ്ദതക യൗമ ഹദീസ കദബിൻ തർളാ ബിഹി അന്നി ലയൂശികന്നല്ലാഹു വയസ്ഖിതക അലൈ. അങ്ങയോട് എങ്ങാനും കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ ഞാൻ ശ്രമിച്ചാൽ അങ്ങയുടെ തൃപ്തി ഒരുപക്ഷെ എനിക്ക് ലഭിച്ചേക്കാം, പക്ഷേ പടച്ച റബ്ബിങ്കൽ നിന്നുള്ള ശിക്ഷയെ ഞാൻ ഭയപ്പെടുന്നു എന്ന് കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുകൊണ്ട് ഞാൻ അല്ലാഹുവിൽ നിന്നുള്ള നല്ല പര്യവസാനം കാത്തിരിക്കുകയാണ്. അല്ലാഹുവാണേ സത്യം, എനിക്ക് ഒരു മുടക്കവും ഉണ്ടായിരുന്നില്ല. എനിക്ക് മുമ്പത്തേക്കാൾ കഴിവും സൗകര്യവും ഉണ്ടായിരുന്ന സമയമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അമ്മാ ഹാദാ ഫഖദ് സദഖ്, അതെ, കഅബ് പറഞ്ഞത് സത്യമാണ്. ഫഖും ഹത്താ യഖ്ദി അല്ലാഹു ഫീക്, അല്ലാഹു താങ്കളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് വരെ മാറിയിരിക്കൂ, താങ്കൾക്ക് തിരിച്ചു പോവാമെന്ന് അദ്ദേഹത്തോട് പറയാൻ. അദ്ദേഹത്തിന്റെ കുടുംബക്കാരായ ബനൂ സലമ ഗോത്രത്തിൽപ്പെട്ട ആളുകൾ അദ്ദേഹത്തോട് വന്ന് പറയുന്നുണ്ട്, എന്തേ ബാക്കി സ്വഹാബാക്കൾ, ബാക്കിയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞതുപോലെ താങ്കൾക്ക് എന്തെങ്കിലും കാരണം പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂലിനോട്, പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാമായിരുന്നില്ലേ? അദ്ദേഹത്തോട് ആളുകളൊക്കെ പറയാൻ, അദ്ദേഹം പറയാൻ, ഞാൻ ആലോചിച്ചു പോയി, അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് തിരിച്ചു പോയി, കളവ് പറഞ്ഞെങ്കിലോ എന്ന് പോലും എൻ്റെ മനസ്സിൽ തോന്നിപ്പോയി. എന്നിട്ട് അദ്ദേഹം ചോദിക്കാൻ, എൻ്റെ അനുഭവമുള്ള ഈ പ്രയാസമുള്ള വേറെ ആരെങ്കിലും മദീനത്തുണ്ടോ? അവർക്ക് മറുപടി ലഭിക്കുകയാണ്, വേറെ 2 സ്വഹാബാക്കൾ കൂടി ആ കൂട്ടത്തിലുണ്ട്, അവർ നല്ല ആളുകളാണ്. ബദ്ർ യുദ്ധത്തിൽ പങ്കെടുത്ത 2 ആളുകൾ കൂടി ആ കൂട്ടത്തിലുണ്ട്. മുറാറത്ത് ബിൻ റബീഅയും ഹിലാൽ ബിൻ ഉമയ്യ റളിയല്ലാഹു അൻഹുമ, 2 സ്വഹാബികളുണ്ട്. അദ്ദേഹത്തിനെ കേട്ടപ്പോ ആശ്വാസമായി, എന്നോടൊപ്പം ഇതേ അനുഭവമുള്ള 2 ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടുത്ത പ്രഖ്യാപനം നടത്തുകയാണ്, ഈ ആളുകളോട്, ഈ 3 ആളുകളോട് ബഹിഷ്കരണം, ആരും അവരോട് സംസാരിക്കാൻ പാടില്ല, ഒരാളും അവരോട് സംസാരിക്കാൻ പാടില്ല. അതോടുകൂടി ആ മദീനക്കാരുടെ ആളുകളൊക്കെ അവരോടുള്ള സമീപനം മാറുകയാണ്.
അദ്ദേഹം പറയുന്നുണ്ട്, ഹത്താ ഇദാ ളാഖത അലൈഹിമുൽ അർളു ബിമാ റഹബത്, ഭൂമി ഇത്ര വിശാലമായിട്ട് കൂടി ഭൂമി ഇടുങ്ങിയതായി, വളരെ ഇടുങ്ങിയതായി, പ്രയാസമുള്ളതായി എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. ഒപ്പം ആരും സംസാരിക്കുന്നില്ല. കൂട്ടുകാരോട് സംസാരിച്ച് അവർ തിരിച്ച് സംസാരിക്കുന്നില്ല. ആരും അവരോട് വർത്തമാനങ്ങൾ പറയുന്നില്ല. ആരും അവരോട് ചിരിക്കുന്നില്ല. പൂർണ്ണമായ ബഹിഷ്കരണം. ഒരു നിലക്കും ഒരാൾ അവരോട് അടുക്കുന്നില്ല. അദ്ദേഹത്തോടും ഉണ്ടായിരുന്ന 2 ആളുകൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതായി. അവർ വീട്ടിൽ തന്നെ കരഞ്ഞിരിക്കാൻ തുടങ്ങി. എന്നാൽ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ ഷാബായതുകൊണ്ട്, യുവാവായതുകൊണ്ട് തന്നെ ഞാൻ അങ്ങാടിയിലേക്ക് പോവും, പള്ളിയിലേക്ക് പോവും, ആളുകളൊപ്പം നമസ്കരിക്കും, തിരിച്ചു വരും. പക്ഷേ വടിയിലോ പള്ളിയിലോ വെച്ച് ഒരാൾ പോലും എന്നോട് സംസാരിക്കുകയില്ല. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാൻ, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് പള്ളിയിൽ കാണുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സലാം പറയുന്നുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സലാം മടക്കിയോ ഇല്ല എന്ന് പോലും എനിക്കറിയില്ല. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ പോയി നിന്ന് നമസ്കരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്നെ നോക്കും. അത് കഴിഞ്ഞ് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിൽ നിന്ന് മുഖം തിരിച്ചു കളയും, എന്നെ നോക്കുകയില്ല. ഞാൻ മാറിയിരുന്നാൽ റസൂൽ അറിയാതെ എന്നെ നോക്കുന്നുണ്ടാകും. ഞാൻ റസൂലിലേക്ക് നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖം തിരിച്ചു കളയും. അങ്ങനെ അദ്ദേഹത്തിന്റെ കുടുംബക്കാരനായ, അദ്ദേഹത്തിന്റെ കസിനായ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു വളരെ പ്രയാസാണ്. ആരും സംസാരിക്കുന്നില്ല, ആരും ഉണ്ടെന്നില്ല. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് മതിൽ ചാടി കടന്നുകൊണ്ട് കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പോകുന്നുണ്ട്. അഹബ്ബുന്നാസ് ഇലൈ, എനിക്കേറെ പ്രിയപ്പെട്ട, ഏറെ ഇഷ്ടം നിറഞ്ഞ, എൻ്റെ ഏറെ അടുപ്പക്കാരനായ പ്രിയ കൂട്ടുകാരനാണ്, കുടുംബക്കാരനും കൂട്ടുകാരനുമാണ് അബൂ ഖതാദ റളിയല്ലാഹു അൻഹു. ഫസല്ലംതു അലൈഹി വല്ലാഹി മാ റദ്ദ അലയ്യ സലാം. അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിനോട് സലാം പറയാൻ, മാ റദ്ദ അലൈഹി, അദ്ദേഹം എൻ്റെ സലാം മടക്കുന്നില്ല. സലാം ആവർത്തിച്ച് പറയുന്നുണ്ട്, സലാം അടക്കുന്നില്ല. അവസാനം കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അതോട് ചോദിക്കുകയാണ്, അൻഷുദുക ബില്ലാഹി ഹൽ തഅലമുനി ഉഹിബ്ബുല്ലാഹ വ റസൂലു. അല്ലാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് താങ്കളോട് ചോദിക്കുകയാണ്, ഞാൻ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും സ്നേഹിക്കുന്നതായിട്ട് താങ്കൾക്കറിയില്ല അബൂ ഖതാദ? ഞാൻ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നവനാണെന്ന് താങ്കൾക്കറിയില്ലേ? അബൂ ഖതാദ റളിയല്ലാഹു അൻഹു മറുപടി കൊടുക്കുകയാണ്, ഖാല അല്ലാഹു വ റസൂലുഹു അഅലം. അല്ലാഹു വ റസൂലുഹു അഅലം, എനിക്കറിയില്ല, അല്ലാഹുവിനും അല്ലാഹുവിന്റെ റസൂലിനും അറിയാം. അദ്ദേഹത്തിന് പ്രയാസം സഹിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം കരഞ്ഞു പോവുകയാണ്. അദ്ദേഹം കരഞ്ഞുകൊണ്ട് അവിടെ വിട്ടിറങ്ങി അങ്ങാടിയിലേക്ക് പോകുന്നുണ്ട്. അല്ലാഹുവിനും റസൂലിനെയും ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്ന് അബൂ ഖതാദ താങ്കൾക്കറിയില്ലേ? അല്ലാഹു വ റസൂലുഹു അഅലം, അല്ലാഹുവിനും അല്ലാഹുവിന്റെ റസൂലിനും അറിയാം. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു അവരെ കുറിച്ചുള്ള വിധി വരാൻ വേണ്ടി കാത്തിരുന്നപ്പോൾ എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും, എത്ര ഇഷ്ടമുള്ളവരും എത്ര സ്നേഹമുള്ളവരാണെങ്കിൽ പോലും അല്ലാഹുവിന്റെ റസൂൽ ഒരു വാക്ക് പറഞ്ഞാൽ അതിനപ്പുറം അവർക്കൊരു തീരുമാനങ്ങളോ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ ഇല്ല. എത്ര പ്രിയപ്പെട്ടവരായിരുന്നിട്ട് പോലും അദ്ദേഹം സംസാരിക്കാതിരിക്കുകയാണ്. ശേഷം അദ്ദേഹത്തിന് അടുത്ത പരീക്ഷണം വരാൻ. ഇങ്ങനെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം. നാട്ടിൽ ആരും സംസാരിക്കുന്നില്ല, കൂട്ടുകാർ സംസാരിക്കുന്നില്ല, ബന്ധുക്കൾ സംസാരിക്കുന്നില്ല. എത്രയേറെ പ്രിയപ്പെട്ട അബൂ ഖതാദ പോലും സലാം പറഞ്ഞിട്ട് സലാം പോലും അടക്കുന്നില്ല. നമ്മളൊരു അവസ്ഥയിൽ ആലോചിച്ചു നോക്കണം. ഒരുപക്ഷെ തൗഹീദിലേക്ക് വന്നപ്പോൾ നാട്ടിൽ ചില ബഹിഷ്കരണങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ, പ്രയാസങ്ങൾ ഉണ്ടായപ്പോ നാം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, ഒറ്റപ്പെട്ടൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പൂർണ്ണാർത്ഥത്തിൽ നാട്ടിലൊരു ആളും സംസാരിക്കാത്ത അവസ്ഥ. ആ ഒരു ഘട്ടത്തിൽ സിറിയയിൽ നിന്നുള്ളൊരു ക്രൈസ്തവനായൊരു കർഷകൻ മദീനയിലേക്ക് വരികയാണ് കച്ചവടാവശ്യാർത്ഥം. അദ്ദേഹം മദീനയിൽ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ആരാണ് ഈ കഅബ് ബിൻ മാലിക്? ആളുകൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്, അദ്ദേഹമാണ്. കഅബ് ബിൻ മാലിക്കിന്റെ അടുക്കലേക്ക് അദ്ദേഹം സിറിയക്കാരനായ ആ കർഷകൻ വരുന്നുണ്ട്. കഅബിനോട് ചോദിക്കുന്നുണ്ട്, ഗസ്സാനിലെ രാജാവിൽ നിന്ന് താങ്കൾക്കൊരു കത്ത് ലഭിച്ചിട്ടുണ്ട്, കത്ത് അയച്ചിട്ടുണ്ട്, ഇത് താങ്കൾക്കുള്ളതാണ്. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആ കത്തെടുത്തുകൊണ്ട് തുറന്നു വായിക്കുന്നുണ്ട്. ആ കത്തിന്റെ ഉള്ളടക്കം അദ്ദേഹം പറയുന്നത്, താങ്കളുടെ നേതാവ് താങ്കളെ ഉപേക്ഷിച്ചതായി ഞാൻ അറിഞ്ഞു. ഗസ്സാനിലെ രാജാവ് എഴുതുകയാണ്, ഈ ഭൂമി നിന്ദ്യതയുടെ ഭൂമിയല്ല, താങ്കൾ ഇങ്ങോട്ട് വരിക, താങ്കൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു തരാം.
എന്തൊരു പരീക്ഷണ ഘട്ടമാണ്. മദീനയിലുള്ള തൻ്റെ പ്രിയപ്പെട്ടവരായ മുസ്ലിങ്ങൾ എല്ലാവരും ബഹിഷ്കരിച്ച് ഏകാന്തതയിലൂടെ നടക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തിന് ഒരു ഓഫർ ലഭിക്കുന്നത് ഗസ്സാനിലേക്ക് വരാൻ. അവിടെ എല്ലാ സൗകര്യങ്ങളും ഭൗതികമായ എല്ലാ സംവിധാനങ്ങളും ചെയ്തു തരാം. ഇവിടെ നിന്യനായി ജീവിക്കേണ്ട ആളല്ല താങ്കൾ. അദ്ദേഹത്തിന് റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള ഈമാനിലുള്ള പരീക്ഷണ. ആരായാലും പതറിപ്പോവുന്ന ഘട്ടം. അദ്ദേഹം ആ കത്തെടുത്തുകൊണ്ട് അടുപ്പിലിട്ട് കത്തിച്ചു കളയുകയാണ്, മനസ്സ് പതറാതിരിക്കാൻ. അദ്ദേഹത്തിന്റെ ഈമാനിന്റെ ശക്തി 10-40ഓളം ദിവസം ഇതേ അവസ്ഥയിൽ ആരാരും സംസാരിക്കുന്നില്ല. അതിനിടയിലാണ് ഇങ്ങനെ ഓഫർ വരുന്നത്. അടുത്ത പരീക്ഷണം 40ാമത്തെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ദൂതനെ പറഞ്ഞയക്കുകയാണ്. ഈ മൂന്നാളുകൾക്കലേക്കും താങ്കളുടെ ഭാര്യയെ വിട്ടു നിൽക്കണം. അതുവരെ എന്തു താങ്ങായും സലനായും സഹായത്തിനും സമാധാനവുമായി വീട്ടിൽ തന്റെ ഭാര്യ ഉണ്ടായിരുന്നു. 40ാമത്തെ ദിവസം ഭാര്യയെ വിട്ടു നിൽക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അവരെ ത്വലാഖ് ചെയ്യാനാണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി വരുന്നുണ്ട്, അല്ല, ആ അള്ളാഹുവിന്റെ തീരുമാനം വരുന്നത് വരെ അവരെ വിട്ടു നിൽക്കാൻ. അദ്ദേഹം കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യയോട് വീട്ടിലേക്ക് തിരിച്ചു പോവാൻ കാത്തിരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. അതേ സമയത്ത് ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് വരുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, നബിയെ, ഹിലാൽ ഇബ്നു ഉമയ്യ അദ്ദേഹം ശാരീരികമായി പ്രയാസമുള്ള ആളാണ്. അദ്ദേഹത്തിന് ഭൃത്യന്മാരൊന്നുമില്ല സഹായിക്കാൻ. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തെ സഹായത്തിന് വേണ്ടി എനിക്ക് താമസിക്കാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അനുമതി കൊടുക്കുകയാണ്. എന്നാൽ അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാതെ അദ്ദേഹത്തിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഇളവ് കൊടുത്തത് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കുടുംബക്കാർ അറിയുന്നുണ്ട്. കഅബ് ഇബ്നു മാലിക്കിനോട് പറയുന്നുണ്ട്, ഇതേപോലെ നബിയോട് ചോദിച്ചാൽ പോരെ? അദ്ദേഹം പറയുന്നുണ്ട്, ഞാനൊരു യുവാവാണ്, ഞാൻ അള്ളാന്റെ റസൂലിനോട് ചോദിച്ചാൽ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രതികരണം എന്താണെന്ന് അറിയുകയില്ല. അങ്ങനെ 50 ദിവസമാവുകയാണ്. ഫലമ്മാ സ്വല്ലൈതു സ്വലാത്തൽ ഫജ്ർ സുബ്ഹ 50 ലൈലതൻ. 50ാമത്തെ ദിവസം ഫജ്ർ നമസ്കാരം കഴിഞ്ഞ് അദ്ദേഹം ഇങ്ങനെ ഇരിക്കുകയാണ്. വസല്ലല്ലാഹു തആല നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മഹാനായ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ അങ്ങേയറ്റം പ്രയാസം നിറഞ്ഞ, അങ്ങേയറ്റം പരീക്ഷണം നിറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഈമാനിന് ഉള്ള വലിയ പരീക്ഷണമായ ഒരു സംഭവത്തെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. 50ഓളം ദിവസം നാട്ടിലൊരാൾ സംസാരിക്കുന്നില്ല. ഏറെ പ്രിയപ്പെട്ടവർ പോലും അദ്ദേഹത്തെ ബഹിഷ്കരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറഞ്ഞപ്പോൾ നബി സലാം അടക്കിയോ ഇല്ലേ എന്ന് അദ്ദേഹത്തിന് അറിയുന്നില്ല. അദ്ദേഹത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖം തിരിച്ച് കളയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ പോലും 40ാമത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ ഭാര്യ പോലും വിട്ടു നിൽക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ എടുത്ത് പറഞ്ഞ വാക്കുകളാണ്. ഭൂമി വല്ലാത്ത കുടുസായ പോലെ, വല്ലാത്ത ഇടുങ്ങിയ പോലെ, പ്രയാസം നിറഞ്ഞതുപോലെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം 50ാമത്തെ ദിവസം ഫലമ്മാ സ്വല്ലൈതു സ്വലാത്തൽ ഫജ്ർ, ഫജ്ർ നമസ്കാരം കഴിഞ്ഞ് ശേഷം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുകളിൽ അദ്കാറുകളുമായി ദിക്റുകളുമായി അദ്ദേഹം ഇരിക്കുമ്പോൾ സ്വൽഅ മലയുടെ മുകളിൽ നിന്ന് ഒരാൾ അത്യുച്ചത്തിൽ വിളിച്ച് പറയുന്നത് അദ്ദേഹം കേൾക്കുകയാണ്. യാ കഅബ് ഇബ്നു മാലിക് അബ്ശിർ, യാ കഅബ് ഇബ്നു മാലിക് അബ്ശിർ, യാ കഅബ് ഇബ്നു മാലിക് അബ്ശിർ. കഅബ് ഇബ്നു മാലിക്, താങ്കൾ സന്തോഷിച്ചു കൊള്ളുക, താങ്കൾ സന്തോഷിച്ചു കൊള്ളുക എന്ന് ഒരാൾ അത്യുച്ചത്തിൽ വിളിച്ചു പറയുകയാണ്. അദ്ദേഹം അത് കേട്ട ഉടനെ സുജൂദിൽ വീണുകൊണ്ട് റബ്ബിൻ്റെ മുമ്പിൽ കരയുകയാണ്. അദ്ദേഹത്തിനൊരു തുറവി, ഒരു എളുപ്പം ലഭിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. ഈ പറഞ്ഞു വന്ന വ്യക്തിക്ക് ഒപ്പുണ്ടായിരുന്ന 2 വസ്ത്രങ്ങളും അദ്ദേഹത്തിന് വേണ്ടി ദാനം ചെയ്യുകയാണ്, അദ്ദേഹത്തിന് ഹദിയായി കൊടുക്കുകയാണ്. ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, മറ്റൊരാളിൽ നിന്നൊരു വസ്ത്രം വായ്പയായി വാങ്ങിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക്, പള്ളിയിലേക്ക് അദ്ദേഹം പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
മസ്ജിദ് നബവിയിലേക്ക് വരുമ്പോൾ ആളുകളൊക്കെ അദ്ദേഹത്തെ ആശംസിക്കുന്നുണ്ട്, അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുകയും ആശംസകൾ നേരുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കലേക്ക് പോകുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മുഖം സന്തോഷം കൊണ്ട് പ്രകാശിക്കുന്നുണ്ട്. അദ്ദേഹം ചോദിക്കുന്നതാണ്, അബ്ശിർ ബിഖൈരി യൗമിൻ മർറ അലൈക മുൻദു വലദത്ക ഉമ്മുക്. താങ്കളുടെ മാതാവ് താങ്കളെ പ്രസവിച്ചത് മുതൽ അതിനുശേഷമുള്ള ഏറ്റവും സന്തോഷകരമായ, ഏറ്റവും ആഹ്ലാദമുള്ള, സന്തോഷമുള്ള ദിവസത്തിലാണ് താങ്കൾ ഉള്ളത്. അദ്ദേഹം ചോദിക്കുകയാണ്, അമിൻ ഇൻദക യാ റസൂലല്ലാഹ് അമിൻ ഇൻദില്ലാഹ്. അല്ലാഹുവിൻ്റെ റസൂലേ, ഇത് അങ്ങയുടെ തീരുമാനമാണോ, അങ്ങയുടെ അടുക്കൽ നിന്നുള്ളതാണോ, അല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കിയിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ലാ ബൽ മിൻ ഇൻദില്ലാഹ്, ഇല്ല, ഇത് അല്ലാഹുവിങ്കൽ നിന്നുള്ള തീരുമാനമാണ്. സൂറത്ത് തൗബയിലെ 118-ാമത്തെ വചനം ഈ മൂന്ന് ആളുകളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കുകയാണ്. വഅല സലാസത്തിൽ ലദീന ഖുല്ലിഫു ഹത്താ ഇദാ ളാഖത അലൈഹിമുൽ അർളു ബിമാ റഹബത് വളാഖത അലൈഹിം അൻഫുസുഹും വദന്നു അല്ലാ മൽജാ മിനല്ലാഹി ഇല്ലാ ഇലൈഹി സുമ്മ താബ അലൈഹിം ലിയതൂബു ഇന്നല്ലാഹ ഹുവ തവ്വാബുർ റഹീം എന്ന് പറഞ്ഞ, പടച്ച റബ്ബ് അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ ആയത്ത് അവരിലേക്ക് ഇറങ്ങുകയാണ്. അദ്ദേഹം ആ ഒരു സന്തോഷത്തിൽ അദ്ദേഹത്തിൻ്റെ സമ്പത്ത് മുഴുവൻ ദീനിന് വേണ്ടി ദാനം കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുന്നുണ്ട്, മുഴുവനായിട്ട് നീ ചെയ്യണ്ട, കുറച്ച് ധനം താങ്കൾ സൂക്ഷിച്ചു വെക്കുക, അത് താങ്കൾക്ക് നല്ലതായിരിക്കും. ഖൈബറിലുള്ള തൻ്റെ ഓഹരി ഒഴിച്ച് ബാക്കിയെല്ലാം അദ്ദേഹം ദീനിന് വേണ്ടി സംഭാവന ചെയ്യുന്നുണ്ട്. ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, അല്ലാഹുവിൻ്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ സത്യം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ഇന്ന് രക്ഷപ്പെടുത്തിയത്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഫത്ഹുൽ ബാരിയിൽ, സ്വഹീഹ് ബുഖാരിയുടെ ശറഹിൽ ഫത്ഹുൽ ബാരിയിൽ 60ഓളം ഫവായിദുകൾ, ഇതിൽ നിന്നുള്ള ഗുണപാഠങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ച് തരുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ഗുണപാഠങ്ങളുള്ള, നമ്മൾക്ക് മാതൃകയുള്ള ഒരു ഹദീസാണ്. അതിൽ 60ഓളം കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ചുരുങ്ങിയ 2-3 കാര്യങ്ങൾ മാത്രം ഉണർത്താൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അതിൽ നന്മകൾക്കുള്ള അവസരം ലഭിച്ചാൽ നമ്മളൊക്കെ പിന്നീടാവാം, പ്രോക്കാസ്റ്റിനേഷൻ, പിന്നീടാവാം, നാളെയാവാം എന്ന് പറഞ്ഞ് പിന്തിപ്പിക്കും. കഅബ് മാലിക് റളിയല്ലാഹു അൻഹുനും തന്നോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾക്കും സംഭവിച്ചത് അതാണ്. അവരൊക്കെ തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചവരാണ്. പക്ഷേ നാളെ പോകാം, മറ്റന്നാളാവാം, ശേഷമാവാം എന്ന് പറഞ്ഞ് പിന്തിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നന്മകൾക്കുള്ള എന്തവസരങ്ങൾ ലഭിച്ചാലും അവിടെ അലസത കാണിക്കാതെ, മടി കാണിക്കാതെ കിട്ടിയ അവസരത്തെ മുതലാക്കുകയാണ് വേണ്ടത്. ദീൻ പഠിക്കാൻ അതൊക്കെ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞ് പിന്തിപ്പിക്കാതെ, ജമാഅത്ത് നമസ്കാരങ്ങൾ ആരംഭിക്കാൻ, ഫജ്റിന് ജമാഅത്തിലെത്താൻ, തഹജ്ജുദ് നമസ്കാരങ്ങൾ ആരംഭിക്കാൻ, സുന്നത്ത് നമസ്കാരങ്ങളും നോൻപുകൾ ആരംഭിക്കാൻ, അതൊക്കെ കഴിഞ്ഞ് പ്രായമാവുമ്പോൾ എന്നുള്ളതല്ല. ഇപ്പോ ഹജ്ജിനുള്ള, അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജിനുള്ള ഓപ്ഷനുകൾ അപ്ലൈ ചെയ്യാനുള്ള സമയമാണ്. നമ്മൾക്കൊക്കെ ഇപ്പോൾ ആരോഗ്യമുള്ള, സാമ്പത്തികമായി ശേഷിയുള്ള ഒരു സമയമാണെങ്കിൽ മക്കളൊക്കെ വിവാഹം കഴിഞ്ഞിട്ട് മതി, വീടിൻ്റെ പണി പൂർത്തിയായ ശേഷം മതി, എല്ലാം കഴിഞ്ഞിട്ട് ഹജ്ജിനൊക്കെ കുറിച്ച് ആലോചിക്കാം എന്നതാണ് എങ്കിൽ ഒരുപക്ഷെ നമ്മൾക്ക് നാളെ ഈ ആരോഗ്യവും ഈ സമ്പത്തും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഉള്ള അവസരം ലഭിക്കുമ്പോൾ അതിനെ മുതലാക്കുകയാണ് വിശ്വാസി ചെയ്യേണ്ടത്. ഇദാ അംസൈത് ഫലാ തൻതളിറൽ മസാ ഫലാ തൻതളിറസ് സ്വബാഹ്. നിങ്ങൾക്ക് വൈകുന്നേരമായാൽ പിറ്റേ ദിവസം പ്രഭാതത്തെ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. വഇദാ അസ്ബഹത ഫലാ തൻതളിറൽ മസാ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, നിങ്ങൾക്ക് പ്രഭാതമായാൽ വൈകുന്നേരത്തെ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. വഖുദ് മിൻ സുഹ്ഹതിക ലിമർളിക്. നിങ്ങളുടെ ആരോഗ്യമുള്ള സമയത്ത്, രോഗം വരുന്നതിന് മുമ്പുള്ള ആരോഗ്യത്തെ നിങ്ങൾ ഉപയോഗിക്കണം. വമിൻ ഹയാതിക ലിമൗതിക്. നിങ്ങൾക്ക് ജീവിതമുണ്ടപ്പോൾ മരണത്തിനു മുമ്പുള്ള ജീവിതത്തെയും നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. രണ്ടാമത്തെ പാഠം എന്നുള്ളത് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ സിദ്ഖാൻ, സത്യസന്ധതയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ സത്യം പറഞ്ഞത് കൊണ്ടാണ് മുനാഫിക്കീങ്ങൾ കള്ളം പറഞ്ഞു. അവിടെ റസൂലിന്റെ മുമ്പിൽ അവർ രക്ഷപ്പെട്ടു, പക്ഷേ അള്ളാഹു അവർക്ക് അതികഠിനമായ ശിക്ഷയുണ്ട് എന്നുള്ള
താക്കീതാണ് നൽകിയത്. ഈ മൂന്നാളുകൾ സത്യം പറഞ്ഞു, ക്ഷമിച്ചു, സബറോട് കാത്തിരുന്നു. പടച്ച റബ്ബ് അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു എന്നുള്ള വാഗ്ദാനമാണ് അവർക്ക് ലഭിച്ചത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅസ്സാദിഖീൻ. നിങ്ങൾ സത്യസന്ധന്മാരാവണം. നമ്മൾക്ക് എത്ര കൈപ്പേറിയതാണെങ്കിലും, ഏത് അവസരങ്ങളിലാണെങ്കിലും, അധ്യാപകർ മുമ്പിലാവട്ടെ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലാവട്ടെ, എവിടെയും സത്യസന്ധന്മാരായി തീരാൻ. ഒരുപക്ഷെ നമ്മൾക്ക് ആദ്യഘട്ടത്തിൽ പ്രയാസം ഉണ്ടാവും, ചില പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. പക്ഷേ അതിനുശേഷം വലിയ വിജയമുണ്ടാവുക സത്യസന്ധന്മാർക്ക് മാത്രമായിരിക്കും. ഖാലല്ലാഹു ഹാദാ യൗമ യൻഫഉ സ്സാദിഖീന സിദ്ഖുഹും. സൂറത്തുൽ മാഇദയിൽ പറയുന്ന കാണാം, ഈ ദിവസം പരലോകം സത്യസന്ധന്മാർക്ക് അവരുടെ സത്യസന്ധത ഉപകരിക്കുന്ന ദിവസമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതൊരു ഹദീസിൽ അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും, അലൈക്കും ബിസ്സിദ്ഖ് ഫഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർ വഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന. നിങ്ങൾ സത്യത്തെ മുറുകെ പിടിക്കണം. കാരണം സത്യം എന്നുള്ളത് നന്മയിലേക്ക് വഴി നടത്തും, നന്മ എന്നുള്ളത് സ്വർഗത്തിലേക്ക് വഴി നടത്തും. ജീവിതത്തിൽ എന്ത് തന്നെ അവസരങ്ങളാവട്ടെ, ഏത് തന്നെ അവസ്ഥകളാവട്ടെ, സത്യത്തെ മുറുകെ പിടിക്കുന്ന, ഏത് തന്നെ പരീക്ഷണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും സത്യത്തെ മുറുകെ പിടിക്കുന്ന സത്യസന്ധന്മാരായി നാം മാറുക എന്നുള്ളതാണ്. മൂന്നാമതായി അള്ളാഹുവിന്റെ തൃപ്തിയാണ് വിശ്വാസികൾ ആഗ്രഹിക്കേണ്ടത്. ജനങ്ങളുടെ തൃപ്തിയല്ല, ജനങ്ങളുടെ നല്ല വാക്കല്ല. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന, ഇമാം തിർമിദി ധരിച്ച ഒരു ഹദീസിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും, മനിൽ തമസ റിളല്ലാഹി ബിസഖത്തിൻ നാസി കഫാഹുല്ലാഹു മുഅ്നതൻ നാസി വമിനൽ തമസ റിളൻ നാസി ബിസഖത്തില്ലാഹി വക്കലഹുല്ലാഹു ഇലൻ നാസ്. ആരെങ്കിലും ജനങ്ങളുടെ വെറുപ്പ് സഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി കാംക്ഷിക്കുകയാണെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കുന്നതിൽ നിന്ന് അള്ളാഹുവിനെ സംരക്ഷിക്കുന്നതാണ്. ഇനി ആരെങ്കിലും അള്ളാഹുവിന്റെ കോപമുണ്ടായാലും ജനങ്ങളുടെ തൃപ്തി ലഭിക്കണമെന്ന് ആശിച്ചാൽ അവനെ അള്ളാഹു ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുമെന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. ആര് വെറുക്കുമെന്ന് പറഞ്ഞാലും, ജനങ്ങളുടെ അതൃപ്തി ഉണ്ടാവുമെന്ന് പറഞ്ഞാലും, അസ്വീകാര്യത ലഭിക്കുമെന്ന് പറഞ്ഞാലും അള്ളാഹുവിന്റെ തൃപ്തിയിൽ, പടച്ച റബ്ബിന്റെ തൃപ്തിക്കായിരിക്കണം നാം മുൻഗണന കൊടുക്കേണ്ടത്. നമ്മുടെ വേഷവിധാനങ്ങളിലോ വസ്ത്രങ്ങളിലോ നിലപാടുകളിലോ തീരുമാനങ്ങളിലോ ഏതവസ്ഥയിലും പടച്ച റബ്ബിന്റെ തൃപ്തിയാണ് നാം പ്രതീക്ഷിക്കേണ്ടതും ആഗ്രഹിക്കേണ്ടതും. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ തൗബ, അദ്ദേഹം പടച്ച റബ്ബിലേക്ക് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുകയും ഇനി ഒരിക്കലും ജീവിതത്തിൽ കളവ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന് അദ്ദേഹം പടച്ച റബ്ബിനോട് പറയാൻ. അദ്ദേഹം ഒരു തിന്മ ചെയ്തിട്ടില്ല, അദ്ദേഹം ഒരു ഹറാമ് ചെയ്തിട്ടില്ല, അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഒരു തിന്മയോ ഹറാമോ സംഭവിച്ചിട്ടില്ല. എന്നിട്ട് പോലും അദ്ദേഹം ഖേദിക്കുകയും പടച്ച റബ്ബിലേക്ക് മടങ്ങുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ, ഒരുപാട് തിന്മകൾ ചെയ്യുന്ന, പാപങ്ങൾ മുങ്ങിക്കൊടുക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം പടച്ച റബ്ബിലേക്ക് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് മടങ്ങാൻ പ്രിയപ്പെട്ടവരെ നാം ആഗ്രഹിക്കുകയും പടച്ച റബ്ബിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നന്മകളെല്ലാം സ്വീകരിക്കുന്ന സൽക്കർമ്മമാക്കി തീർക്കുമാറാകട്ടെ.